അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹ തുലാബുൽ അഇസ്സ മർഹബൻ ബിക്കും ജമീഅ. പ്രിയപ്പെട്ട കുട്ടികളെ, നാളെയാണ് നമ്മുടെ അറബി പരീക്ഷ. അറബി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ആ 4-5 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന് രാത്രി നമ്മുടെ ലൈവ് ഉണ്ട്. ആ ലൈവിൽ എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിന് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് എന്ന് നമ്മൾ ഇന്നത്തെ ലൈവിൽ പഠിക്കും. അതും കഴിഞ്ഞ് നാളെ രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അതേ ചോദ്യങ്ങളുടെ മറ്റു മോഡൽസുമായിട്ട് മറ്റു മാതൃകകളുമായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വീണ്ടും വരും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ എങ്ങോട്ട് പോകും? പരീക്ഷാ ഹാളിലേക്ക് നാളെ ചെല്ലും. നാളെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങളാണ് മക്കളെ ഞാൻ പ്രവചിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ 3ാം ക്ലാസ്സിൻ്റെ പരീക്ഷ പേപ്പർ, അറബി പരീക്ഷ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, നഖറ അൽ ഫിക്റ വനുജീബ അനിൽ അസ്ഇലത്തിൽ ആതിയ. പാരഗ്രാഫ് വായിക്കുക, താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നതായിരുന്നു. നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നാമത്തെ ചോദ്യം അത് തന്നെയായിരിക്കും. നഖറ അൽ ഫിക്റ, നമുക്ക് എന്ത് ചെയ്യാം, നൽകിയിട്ടുള്ള പാരഗ്രാഫ് വായിക്കാം. വനുജീബ അനിൽ അസ്ഇലത്തിൽ ആതിയ, എന്നിട്ട് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറയുന്ന ചോദ്യമായിരിക്കും ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായിട്ട് പരീക്ഷയ്ക്ക് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അഷ്കാലാണ്. നമ്മൾ 4 ഷെക്കിലുകളെ 4 രൂപങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന രൂപങ്ങൾ? അതിലൊന്ന് മുസ്തതീലുണ്ട്, ദീർഘചതുരം. മറ്റൊന്ന് മുറബ്ബ ഉണ്ട്, സമചതുരം. മുസല്ലസ് ഉണ്ട്, ത്രികോണം. ദാഇറത്ത്, വൃത്തം. ഈ 4 രൂപങ്ങൾ, 4 ഷെക്കിലുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എപ്പം ചർച്ച ചെയ്യും? ഇന്ന് രാത്രി ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ ചർച്ച ചെയ്യും. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഹിവാർ. അത് ആരൊക്കെ തമ്മിലുള്ള ഹിവാറാണ്? എങ്ങനെയാണ് ഹിവാറുകൾ ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് ഹിവാർ അവസാനിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ലൈവിൽ ചർച്ച ചെയ്യും. അതിനിടയിലുള്ള കണ്ടന്റ് അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി എങ്ങനെ നിങ്ങൾ എഴുതണം എന്ന് ഞാൻ ഇന്ന് രാത്രിയും നാളെ രാവിലെയും ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ഷുവറാണ്. നിങ്ങളോട് ഫാത്തൂറ തയ്യാറാക്കാൻ പറയും, നിങ്ങളോട് ബില്ല് തയ്യാറാക്കാൻ പറയും. ബില്ല് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബില്ലിൽ ഉണ്ടായിരിക്കേണ്ടത്, ബില്ലിൽ ഉണ്ടാകുന്ന നൗഅകൾ, ഐറ്റംസ് ഏതൊക്കെയാണ്, എങ്ങനെ അത് തയ്യാറാക്കാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് രാത്രി ചർച്ച ചെയ്യും. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് വരുമെന്നുറപ്പുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വിവിധങ്ങളായ ഓഫീസുകളെ കുറിച്ച്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച്, അൽ മക്കാത്തിബുൽ ആമ, പൊതുമേഖലാ കാര്യാലയങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. 6 പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ മുസ്തശ്വയുണ്ട്, അതിൽ മദ്രസയുണ്ട്, അതിൽ മർക്കസു ശുർത്തയുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 6 നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 6 നിർബന്ധമായിട്ടും അറിഞ്ഞിട്ടേ നമ്മൾ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ, പരീക്ഷാ ഹാളിലേക്ക് കയറി ചെല്ലാൻ പാടുള്ളൂ. പിന്നെ ഈ 3-4 ചോദ്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു. ഈ 4 ചോദ്യങ്ങൾ ഷുവറായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഒന്നാമത്തത് നഖറ അൽ ഫിക്റ വനുജീബ അനിൽ അസ്ഇലത്തിൽ ആതിയ. മൂന്നാമത്തത് അഷ്കാൽ, ഷെക്കലുകൾ, രൂപങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം. അടുത്തത് ഫാത്തൂറ തയ്യാറാക്കാൻ, ഒരു ബില്ല് തയ്യാറാക്കാൻ. നാലാമത്തത് ഞാനിപ്പോൾ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങളാണ്. ഒരു കവിത നിങ്ങളോട് എഴുതാൻ പറയും. ഒരു കവിത പരീക്ഷയ്ക്ക് വരാൻ, മൻദൂമ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ജംഅ വൽ മുഫ്രദ്. ജംഅ മുഫ്രദ് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. ഇതിന് കൂടെ 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മൾ ഫസ്റ്റ് ടേമിൽ പഠിച്ച ഓരോ ജീവികൾ, അവ താമസിക്കുന്ന അവരുടെ മൻസിൽ, അവരുടെ വീടുകൾ, അവർ കൂട്ടിൽ താമസിക്കുന്നവയുണ്ട്, അരിയിൽ താമസിക്കുന്നവയുണ്ട്, ഒഷിൽ താമസിക്കുന്നവയുണ്ട്, ബൈത്തിൽ താമസിക്കുന്നവയുണ്ട്. അതൊന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും
അറിഞ്ഞിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ ഫസ്റ്റ് ടേമിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം പഠിക്കുന്നുണ്ട്. കലണ്ടറിൽ അടയാളപ്പെടുത്താനും 7 ദിവസം യൗമുൽ അഹദ് എന്ന് തുടങ്ങിയിട്ടുള്ള ആ ദിവസങ്ങൾ, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത് വരെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ടേമിൽ പഠിക്കുന്നുണ്ട്. ആ ഭാഗം എന്ത് ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അവസാനം പറഞ്ഞ 2 എണ്ണം ഓരോ ജീവികളുടെയും ബൈത്ത്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ കലണ്ടറുമായി ബന്ധപ്പെട്ട ആ ഭാഗവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. ഞാൻ എന്ത് ചെയ്യും? പരീക്ഷ എളുപ്പമാക്കി തരും. നല്ലൊരു പരീക്ഷയാകട്ടെ, എളുപ്പമുള്ള പരീക്ഷ നമുക്ക് എഴുതാൻ കഴിയട്ടെ. ഇത്രയാണ് എജുപോർട്ടിന് പ്രവചിക്കുവാനുള്ളത്. ഇത്രയും കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരിക. ഞാനിത് പ്രവചിക്കുന്നത് കഴിഞ്ഞ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ മതി. നിങ്ങൾക്കും പ്രവചിക്കുക. ഇക്കൊല്ലം 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്കും പ്രവചിക്കുക ഈ പരീക്ഷയ്ക്ക് എന്തൊക്കെ വരുമെന്ന്. ഓക്കെ, കഴിഞ്ഞ 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുക. ആ 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതേ ഫോർമാറ്റ്, അതേ സിലബസ് ആണ്, അതേ ടെക്സ്റ്റ് ബുക്കാണ്, അതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഈ പരീക്ഷയ്ക്കും വരിക. നിങ്ങൾ മറക്കരുത്. നമ്മളെപ്പം കാണും? ഇന്ന് രാത്രി 6:30ക്ക് നമ്മൾ എവിടെ കാണും? നമ്മൾ ലൈവിൽ കാണും. അതുവരേക്കും അസ്സലാം.